ഐക്യജനാധിപത്യ മുന്നണിയെ ദീർഘകാലം നയിച്ച പി തങ്കച്ചൻ സമവായത്തിന്റെ നേതാവായാണ് എന്നും അറിയപ്പെട്ടത്. തങ്കച്ചന് സ്പീക്കറായുള്ള കാലമാണ് സഭയിലെ ഏറ്റവും പ്രശ്നരഹിത സമയമായും അറിയപ്പെട്ടത്. തുടർച്ചയായ 20 വർഷമാണ് പെരുമ്പാവൂരിന്റെ MLA ആയി തങ്കച്ചൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. വയസ്സിൽ പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ. അക്കാലത്ത് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർമാൻ. ചെറുപ്രായത്തിൽ തന്നെ ജനകീയ നേതാവെന്ന് പേരുകേട്ട അപൂർവ നേതാക്കളിൽ ഒരാൾ. ഗ്രൂപ്പ് വഴക്കുകൾ ഏറ്റവും കലുഷിതമായിരുന്ന കാലത്താണ് 12 വർഷം എറണാകുളം DCC നയിച്ചത്. 1977 മുതൽ 1989 വരെയായിരുന്നു DCC അധ്യക്ഷ സ്ഥാനത്ത് PP തങ്കച്ചൻ പ്രവർത്തിച്ചത്. 1982 പെരുമ്പാവൂരിൽ നിന്നുള്ള MLA ആയിട്ടും 7 വർഷം കൂടി DCC അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നു. 1982 പെരുമ്പാവൂരിന്റെ MLA ആയ തങ്കച്ചൻ പരാജയം അറിയാതെ 2001 വരെ ജയിച്ചു. 2001 CPIM-ന്റെ യുവ നേതാവ് സാജു പോളിന് മുന്നിൽ ആദ്യ തോൽവി. 2006 കുന്നത്തുനാട് മത്സരിച്ചെങ്കിലും M.M. മോനായിയോടും തോറ്റു. ഇതോടെ പാർലമെന്ററി ജനാധിപത്യത്തിൽ നിന്ന് വിരമിച്ച തങ്കച്ചൻ ദീർഘകാലം UDF-ന്റെ കൺവീനറായി തുടർന്നു. അങ്കമാലിയിൽ 1939 ജൂലൈ 29 ഫാദർ പൗലോസ് പൈനാടത്തിന്റെയും അന്നമ്മയുടെയും മകനായി ജനനം. തേവര SH കോളേജിലും എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിലും പഠനം. അഭിഭാഷകനായി പ്രാക്ടീസ് തുടങ്ങിയ ശേഷം രാഷ്ട്രീയത്തിലും സജീവമാവുകയായിരുന്നു തങ്കച്ചൻ. 1991 K. കരുണാകരൻ സർക്കാരിന്റെ കാലത്താണ് സംസ്ഥാന നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. 1995 ISRO ചാരക്കേസിനെ തുടർന്ന് K. കരുണാകരൻ രാജിവെച്ചപ്പോൾ AK ആന്റണി ചുമതലയേറ്റു. അതോടെ സംസ്ഥാന കൃഷിമന്ത്രിയായി. 1996 മുതൽ 2001 വരെ പ്രതിപക്ഷ ചീഫ് വിപ്പുമായിരുന്നു PP തങ്കച്ചൻ. 2004 K. മുരളീധരൻ സംസ്ഥാന മന്ത്രിയായതോടെയാണ് KPCC അധ്യക്ഷന്റെ ചുമതല ലഭിച്ചത്. തുടർന്ന് UDF കൺവീനറായി. 2018 വരെ 14 വർഷമാണ് UDF കൺവീനറായി പ്രവർത്തിച്ചത്. ഐസ്ക്രീം പാർലർ കേസ്, കേരള കോൺഗ്രസുകളുടെ പിളർച്ചയും ലയനവും, PJ ജോസഫിന്റെ UDF-ലേക്കുള്ള മടക്കം, ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായ സോളാർ കേസ്, KM മാണിക്കും K. ബാബുവിനുമെതിരായ ബാർ കോഴ കേസ് തുടങ്ങി അസംഖ്യം വെല്ലുവിളികൾ ഉണ്ടായിരുന്ന കാലത്താണ് PP തങ്കച്ചൻ UDF-നെ നയിച്ചത്. ഏത് നേതാവിനോടും മുഖത്തു നോക്കി സംസാരിക്കാനുള്ള ആ വൈഭവമാണ് ദീർഘകാലം തങ്കച്ചനെ UDF കൺവീനറായി നിലനിർത്തിയത്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് മലയാളം.